കരാട്ടയിലെ സ്റ്റാൻസുകളെ കുറിച്ചുള്ള JP കരാട്ടെ വേൾഡിന്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കരാട്ടെ പഠിക്കുമ്പോൾ പഞ്ചുകൾക്കും കിക്കുകൾക്കും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് സ്റ്റാൻസുകൾക്കുള്ളത്. വിവിധ സ്റ്റൈലുകളിൽ വിവിധ സ്റ്റാൻസുകളിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ട് ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പവറും അതിനൊരു സ്പീഡും ഉണ്ട്, അതൊരു സ്റ്റൈലും ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാൻസുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വീഡിയോ കാണാം. കരാട്ടയിലെ സ്റ്റാൻസുകളുടെ തുടക്കം ഹൈസോക്കു ഡാച്ചി, ഫീറ്റ് ടുഗദർ സ്റ്റാൻസ്. രണ്ടു കാലും ഒരുമിച്ച് വെക്കുന്ന സ്റ്റാൻസിനെയാണ് ഫീറ്റ് ടുഗദർ സ്റ്റാൻസ്, ഹൈസോക്കു ഡാച്ചി എന്നാണ് പറയുന്നത്. കൂട്ടി ഇങ്ങനെ മുട്ടിച്ചു വെച്ചുള്ള സ്റ്റാൻസിനെയാണ് ഫീറ്റ് ടുഗദർ സ്റ്റാൻസ്. ഈ സ്റ്റാൻസിന്റെ പേരാണ് ഫീറ്റ് ടുഗദർ സ്റ്റാൻസ്, ഹൈസോക്കു ഡാച്ചി. നെക്സ്റ്റ് സ്റ്റാൻസിലോട്ട് പോകുന്നത് കാല് വി ഷേപ്പിലിരിക്കുന്നത്, ഹീല് തമ്മിൽ മുട്ടി വി ഷേപ്പ് കാലിരിക്കുന്നത്, ഇങ്ങനെ സ്റ്റാൻസ്. ഈ സ്റ്റാൻസിന്റെ പേര് മുഷിബു ഡാച്ചി, വി സ്റ്റാൻസ്. ഹീല് തമ്മിൽ കൂട്ടിമുട്ടിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാൻസിനെ പറയുന്നതാണ് മുഷിബു ഡാച്ചി. രണ്ട് 45 ഡിഗ്രി ആംഗിളിലേക്ക് കാല് ഇങ്ങനെ ഇരിക്കും, സ്ട്രൈറ്റ് ആയിട്ട്. ഷോൾഡർ വിഡ്ത്ത് ലെങ്ത്തിൽ കാല് വെക്കുന്ന സ്റ്റാൻസ് ആണ്, ഷോൾഡർ വിഡ്ത്ത് ലെങ്ത് സ്റ്റാൻസ്. ഇതിന് ഹെയ്ക്കോ ഡാച്ചി എന്നാണ് പറയുന്നത്. നമ്മളുടെ ഷോൾഡറിന്റെ കറക്റ്റ് അകലത്തിൽ കാല് വരാൻ പാടുള്ളൂ. ഈ ഒരു അകലത്തിൽ തന്നെ വരാം. ഒരുപാട് അകത്തി വെക്കരുത്, എന്നാൽ ഇത്തിരി അടുപ്പിച്ച് വെക്കരുത്. ഷോൾഡറിന്റെ അകലം വേണം. ഇതാണ് അടുത്ത സ്റ്റാൻസ് ആണ് ഹാച്ചിറ്റി ഡാച്ചി. ഇപ്പൊ നമ്മൾ ഇവിടെ വരെ പഠിച്ചു. ഇനി ഇവിടെ നിന്ന് തന്നെ ഈ കാല് അല്പം 45 ഡിഗ്രി ആംഗിളിലേക്ക് രണ്ട് കാലത്തിൽ ചരിച്ചു വെക്കും. ഇങ്ങനെ ഈ സ്റ്റാൻസിന് പറയുന്നത് ഹാച്ചിറ്റി ഡാച്ചി എന്നാണ്. 45 ഡിഗ്രി ആംഗിളിലേക്ക് കാല് വെച്ച് ചരിച്ചുകൊണ്ടുള്ള സ്റ്റാൻസ്. ഹെയ്ക്കോ ഡാച്ചിയിൽ നിന്ന് ഈ ഷോൾഡർ വിത്ത് ലെങ്ത് സ്റ്റാൻസിൽ നിന്ന് കാല് അല്പം 45 ഡിഗ്രി ആംഗിളിലേക്ക് രണ്ട് കാലും ചരിച്ചു വെക്കും. അടുത്ത് നമ്മൾ ചെയ്തത് ടോ ഇൻസൈഡ് സ്റ്റാൻസ്, ഉച്ചി ഹാച്ചിജി. ഹെയ്ക്കോ ഡാച്ചിയിൽ നിന്ന് നമ്മൾ ഈ ഷോൾഡർ വിത്ത് ലെങ്ത് സ്റ്റാൻസിൽ നിന്ന് ടോ ഇൻസൈഡ്, നമ്മളുടെ കാലിന്റെ ടോ ഇൻസൈഡിലേക്ക് വരുന്ന സ്റ്റാൻസിന് ടോ ഇൻസൈഡ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ നേരത്ത് കാല് ഈ തൈസ് നേരെ നിൽക്കണം, തൈസ് ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. അതാണ് ഇതിന്റെ പ്രോപ്പർ. അല്ലാതെ ഇങ്ങനെ കാല് അകത്തി വെക്കരുത്. ഇതാണ് സ്റ്റാൻസിന്റെ പ്രോപ്പർ അകലം. ഈ സ്റ്റാൻസിന്റെ പേര് ടോ ഇൻസൈഡ് സ്റ്റാൻസ്, ഉച്ചി ഹാച്ചിജി. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റാൻസ് കിബാഡാച്ചി എന്ന് പറയും. അതായത് ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ്. നമ്മളൊരു കുതിരപ്പുറത്ത് കയറി വന്നാൽ കാല് എത്ര അകലത്തിൽ നിൽക്കും ആ ഒരു അകലത്തിൽ ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടോൺ സൈഡിലേക്ക് വന്ന് അവരത് ഇത്രയും കാല് നിൽക്കുക, ഒരല്പം കാല് ബെൻഡ് നിൽക്കുക. ഇതിനെയാണ് കിബാഡാച്ചി എന്നാണ് ജാപ്പനീസ് പേര് പറയുന്നത്, ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ്. കാല് നമ്മള് ടോൺ സൈഡിൽ വന്ന് കാല് നേരെ ആയിരിക്കണം, നേരെയാണ് വെക്കേണ്ടത്. അല്പം ബെൻഡ് ചെയ്ത് കൊടുക്കുക താഴത്തോട്ട്, ഇങ്ങനെ വരേണ്ടത്. നമ്മളുടെ ഹെയ്ക്കോ ഡാച്ചിയിൽ നിന്നും കൂടി കുറച്ച് അകലത്തിലാണ് ഇത് വെക്കേണ്ടത്. ഇത്ര അകലം വരും, എന്നിട്ട് കുറച്ച് നേരെ. ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ് ചെയ്യാൻ നേരത്തും മുട്ടുകാല അല്പം ബെൻഡായിട്ടിരിക്കണം. നേരെ നിൽക്കരുത്, ഇങ്ങനെ നിൽക്കരുത്, ഇത്തിരി അല്പം ബെൻഡായിട്ട് നിൽക്കണം. ഇങ്ങനെ നിൽക്കണം, കുറച്ച് ബെൻഡായിട്ട്. കാല് നേരെ ഇരിക്കണം, കുറച്ച് ബെൻഡായിട്ടിരിക്കണം. അടുത്ത നമ്മൾ ചെയ്യുന്നത് വൈഡ് സ്റ്റാൻസ് ആണ്. അത് ഷീക്കോ ഡാച്ചി എന്ന് പറയും. ഈ ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസിൽ നിന്ന് കാല് 45 ഡിഗ്രി ആംഗിളിലേക്ക് ചരിച്ച് അല്പം കൂടി ഇങ്ങനെ ഇരിക്കും. ഇതിന് ഷീക്കോ ഡാച്ചി എന്നാണ് പറയുന്നത്. വൈഡായിട്ട് വെച്ചിട്ട് കാല് 45 ഡിഗ്രി ആംഗിളിലേക്ക് ചരിച്ചു വെക്കുക. കിബാഡാച്ചിൽ നിന്ന് കാല് ചരിച്ചു വെക്കുക, ഇരിക്കുക. ശരിക്കും ഇരുന്ന് ഇങ്ങനെ ബെൻഡായിട്ട് ഷീക്കോ ഡാച്ചി. ഇത് രണ്ട് കാലും 45 ഡിഗ്രി ആംഗിളിലേക്കായിരിക്കണം. ഈ സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുകാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാദം കാണരുത്. അതാണ് പ്രോപ്പർ സ്റ്റാൻസിന്റെ അകലം. ആ സ്റ്റാൻസ് നമ്മൾ അല്പം എഴുന്നേറ്റ് നിന്നാൽ നമ്മളുടെ പാദം കാണാൻ പറ്റും. അപ്പൊ സ്റ്റാൻസ് കറക്റ്റ് അല്ല എന്നർത്ഥം. ഇരുന്ന് കഴിഞ്ഞാൽ മുട്ടുകാലിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പാദം കാണാൻ പറ്റരുത്. അതാണ് സ്റ്റാൻസിന്റെ കറക്റ്റ് അകലം.
ബോഡി എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം. പുറകോട്ട് ഇങ്ങനെ പോകരുത്, ഇങ്ങനെ മുമ്പോട്ട് വീണിരിക്കരുത്, സ്ട്രൈറ്റ് ആയിരിക്കണം. എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഇരിക്കണം. ഇത് നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഫോർവേഡ് സ്റ്റാൻസ് ആണ്. ഇത്ര ഇരുന്നിരിക്കണം, ഇങ്ങനെ ഇരിക്കണം, അധികം പൊങ്ങി നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. ഈ പുറകിലത്തെ കാല് നേരെ ആയിരിക്കും, സ്ട്രൈറ്റ്. പിന്നെ ഈ കാല് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വേണം ഇരിക്കാം. ബോഡി നേരെ ആയിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഈ കാല് അല്പം ചരിച്ചു വെക്കാം, ഇങ്ങനെ നേരെ വെക്കരുത്. അങ്ങനെ നേരെ വെക്കുന്നത് സ്ട്രെയിൻ ചെയ്യും. നമുക്ക് മൂവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് മൂവ് ചെയ്യാൻ എളുപ്പം ചരിച്ച് അല്പം ചരിച്ചു വെക്കാം. എന്നാൽ ചരിച്ചു വെക്കുന്നത് ഒരുപാട് ഇങ്ങനെ വട്ടം ചരിച്ചു വെക്കുകയും ചെയ്യരുത്. ഇങ്ങനെ വെക്കുക. ഇതാണ് ഈ സ്റ്റാൻസിന്റെ. ഈ സ്റ്റാൻസിന്റെ ഈ കാല് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാല് ചെയ്യാൻ നേരത്ത് ഇതിന്റെ അകലം ഇതാണ്. ചരിഞ്ഞിരിക്കാൻ കാല്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാലിങ്ങനെ വട്ടം ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെക്കരുത്, അല്പം ചരിച്ചു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാല് നേരെ ഇങ്ങനെ നേരെ വെക്കരുത്. ഇങ്ങനെ നേരെ വെച്ചാൽ നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡീപ്പായിട്ട് കാല് കുറച്ച് ഡീപ്പായിട്ട് വെക്കുക. എന്നാൽ ഒരുപാട് ഡീപ്പായിട്ടും വെക്കരുത്, അതും റോങ് ആണ്. പ്രോപ്പറായിട്ട് നമ്മളുടെ ഈ രണ്ട് കാലിന്റെ സെൻട്രൽ പൊസിഷനിൽ ബോഡി വെയിറ്റ് അത് ഫോർവേഡ് സ്റ്റാൻസ്, സെങ്കുത്സാച്ചി. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റാൻസ്, ഇത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കുറച്ചും കൂടി ഷോർട്ടായിട്ട് കാലെടുത്ത് വെക്കുക. ഇതിനെയാണ് ഹാഫ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഹാഫ് സ്റ്റാൻസ്, മോട്ടോഡാച്ചി എന്നാണ് പറയുന്നത്. ഇത് ചെയ്യാൻ നേരത്ത് കാല് കുറച്ചും കൂടി ഈ നമ്മൾ ഡീപ്പായിട്ട് ചെയ്തില്ല, ബെൻഡ് കുറച്ചും കൂടി എഴുന്നേറ്റ് വരും. ഈ കാല് ഇങ്ങനെയാണ്. ഇത് മൂവിങ്ങിന് വേണ്ടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്. ഫൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻസ് ആണ് ഈ മോട്ടോഡാച്ചി, ഈ സ്റ്റാൻസ്. ഫോർവേഡ് സ്റ്റാൻസിന് കാല് അല്പം ഏറ്റവും മുമ്പിലോട്ട് വെക്കുക. ഇത് ചെയ്യുമ്പോഴും കാല് 45 ഡിഗ്രി ആണ് കാല് വെക്കുന്നത്, ചരിച്ചു വെക്കുന്നത്. ഇത് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കും, മുമ്പിലത്തെ കാല് സ്ട്രൈറ്റ് ആയിരിക്കും. ഹാഫ് സ്റ്റാൻസ് വെരി ഇമ്പോർട്ടന്റ്, നല്ലൊരു സ്റ്റാൻസ് ആണ്. നമ്മൾ അടുത്ത് ഇനി പഠിക്കുന്നത് കാറ്റ് സ്റ്റാൻസ്. അത് ചെയ്യാൻ നേരത്ത് ആ സ്റ്റാൻസിന്റെ അകലം കാല് വെക്കേണ്ടത് കാലിങ്ങനെ വെച്ച് ഇവിടുന്ന് കാല് ഈ ഒരു അകലം കാലിങ്ങനെ വെക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പുറകിലത്തെ ഇരിക്കുന്ന കാല് 45 ഡിഗ്രി ആംഗിലേക്ക് ചരിച്ചു വെക്കുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ കാലിങ്ങനെ പൊക്കുക. കാലിന്റെ ടോ മാത്രം പൊളിക്കാൻ പാടില്ല. ഇനി ബെൻഡ് കൊടുക്കുക, ബാക്കിലത്തെ കാലം ബെൻഡ് കൊടുക്കുക. ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്. ഇങ്ങനെ ഇരുന്ന് തന്നെ വേണം ചെയ്യാൻ. കാലിങ്ങനെ മടങ്ങിയിരിക്കണം. ഈ കാല് പുറയിലത്തെ കാല് ചരിക്കുക, 45 ഡിഗ്രി ആംഗിലേക്ക് ചരിക്കുക. ഫ്രണ്ടിലത്തെ കാല് ടോയിൽ മാത്രം പൊളിക്കുക. ഇതിനെ കാറ്റ് സ്റ്റാൻസ് എന്നാണ് പറയുന്നത്. നേക്കോവാഷിഡാച്ചി. ഇതിന്റെ മൂവിങ് എന്ന് പറഞ്ഞാല് ഇനി അടുത്ത മൂവ് ഫോർവേഡ് ചെയ്യാൻ നേരത്ത് ഫ്രണ്ടിലത്തെ കാല് ചരിച്ചു വെക്കുക. എന്നിട്ട് ഈ കാല് നേരെ. നേക്കോവാഷിഡാച്ചി ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നമ്മൾ പഠിച്ചു. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇനി ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരരുത്. ബോഡി ഇങ്ങനെ നേരെ തന്നെ നിർത്താൻ ശ്രമിക്കും. പിന്നെ നമ്മളുടെ ബോഡി വെയിറ്റിന്റെ ഒരു 20% ഈ ഫ്രണ്ടിലത്തെ കാലിന് വരാൻ പാടില്ല. 80% ഈ കാലായിരിക്കണം നമ്മളുടെ ബോഡി വെയിറ്റ് കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാനേ പാടുള്ളൂ. ഈ സ്റ്റാൻഡ് ജസ്റ്റ് ടച്ച്, ഇങ്ങനെ വരാൻ പാടില്ല ഈ സ്റ്റാൻസ്. കാറ്റ് സ്റ്റാൻസ്, പൂച്ചയുടെ മൂവിങ് കണ്ടിട്ട് അതേപോലെ ആയിരിക്കും മൂവിങ്. സ്റ്റാൻസ് വളരെ ഭംഗിയുള്ള ഒരു സ്റ്റാൻസ് ആണ്. എന്നാൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ അകലം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ കാല് വെച്ച് പഠിക്കാൻ നേരത്ത് ഇങ്ങനെ തന്നെ വെച്ച് മാർക്ക് ചെയ്ത് പഠിപ്പിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. കാല് അകലത്തിൽ വെക്കുക,
ഇത് നെക്കോസ്റ്റാച്ച് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് കാല് ചരിച്ച് വെച്ച് വെച്ച് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ നമ്മളുടെ കാല് ഇങ്ങനെ തുറന്നിരിക്കരുത്, ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ചേർന്ന് തന്നെ ഇരിക്കണം. കാല് ചരിഞ്ഞ് ഈ തൈസ് ഓപ്പൺ ആവാതെ ഗ്രോയിൻ നമ്മുടെ ഓപ്പൺ ആയിരുന്നു, ഗ്രോയിൻ പൊസിഷൻ ഓപ്പൺ ആയിരുന്നു, ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് അകലം, കാല് വെക്കേണ്ട അകലം. ഇങ്ങനെ തുറന്ന് പോകരുതും, ഗ്രോയിൻ ഓപ്പൺ ആക്കരുതും, അത് റോങ് ആണ്. എഴുന്നേറ്റ് നിൽക്കരുതും, ഈ കാലിങ്ങനെ വെയിറ്റ് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്. ഇതാണ് പ്രോപ്പർ കറക്റ്റ് അകലം. ഇതാണ്. ഇതിലേക്ക് അകന്നു പോയാലും ഇത്തിരി അകന്നു പോയാലും അടുത്തൊട്ടും വരാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, വളയാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം, കാല് തുറന്നിരിക്കാൻ പാടില്ല. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നെക്കോസ്റ്റാച്ച് കറക്റ്റ് ആവും. അടുത്തത് നമ്മൾ പോകുന്നത് കൊസാഡാച്ചി എന്നാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റാൻസ് കയറി വെച്ച് നീ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കും. മുൻപിലിരിക്കുന്ന നീയുടെ ബാക്കിൽ അടുത്ത കാലിന്റെ ഇത് ക്രോസ് ആയിട്ട് വരും, ഇങ്ങനെ വരും. ഇതിനെ പറയുന്നത് കൊസാഡാച്ചി എന്നാണ്. ഈ സ്റ്റാൻസ് ഇങ്ങനെ വന്ന് ഇത് വെച്ച് ഇങ്ങനെ ചെയ്യും. കൊസാഡാച്ചി ക്രോസ് ലെഗ് സ്റ്റാൻസ്. കാലിങ്ങനെ ക്രോസ് ചെയ്ത് ഒരു കാരണവശാലും കാല് ഇങ്ങനെ പുറത്തു വരരുത്, ഒരുപാട് കാല് നീ ഇങ്ങനെ പുറത്തോട്ട് തള്ളരുത്. ഈ നീയുടെ ബാക്കിൽ വേണം ഇതിങ്ങനെ സപ്പോർട്ട് നിൽക്കാൻ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രെയിൻ സ്റ്റാൻസ്. സ്റ്റാൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇതാണ് സ്റ്റാൻസ്. ഒട്ടുകാല് നേരെ ഓപ്പൺ ആകരുത്, ജോയിൻ ഓപ്പൺ ആകാതെ ഇങ്ങനെ നിന്ന് ചെയ്യണം. ഈ വശം കാലിന്റെ ബാക്ക് വശത്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇതാണ് ക്രെയിൻ സ്റ്റാൻസ്, ഷുറാഷി ഡാച്ചി. അടുത്ത നമ്മൾ ചെയ്യുന്നത് സാൻഷിൻ ഡാച്ചി. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ എസോക്കോ ഡാച്ചി, ഹൈക്കോ ഡാച്ചി വന്ന് ആ ഒരു അകലത്തിൽ കാല് വെച്ചിട്ട് ഇത് ചരിഞ്ഞു വരും, ഇങ്ങനെ നിൽക്കണം. 45 ഡിഗ്രി ആംഗിളിലേക്ക് ആ ഡയറക്ഷനിലേക്ക് കാല് ചരിഞ്ഞിരിക്കണം. ഇത് സ്ട്രെയിറ്റ്, ബോഡി സ്ട്രെയിറ്റ്, ഗ്രോയിൻ ഓപ്പൺ ആകാൻ പാടില്ല. മറ്റു സ്റ്റാൻസിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ ഇതിലും ഗ്രോയിൻ ഓപ്പൺ ആകാൻ പാടില്ല, കാല് രണ്ടും ഇരിക്കണം. അതാണ് സാൻഷിൻ ഡാച്ചി. ഒന്നും കൂടെ ചെയ്യാം. ബോഡി സ്ട്രെയിറ്റ്. നെക്സ്റ്റ് സ്റ്റാൻസ് റെനോജി ഡാച്ചി. ഹീല് തമ്മിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം, കാലിന്റെ ഈ ഒരു കാല് ബെൻഡ് ചെയ്തിരിക്കണം. ഇത് റെനോജി ഡാച്ചി. നമ്മുടെ കാലിന്റെ ഇത് നേരെ, ഹീല് ഈ കാല് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക്, ബാക്കിൽ വരുന്ന കാല് എപ്പോഴും 45 ഡിഗ്രി ആംഗിളിലേക്ക് ചരിഞ്ഞിരിക്കും. ഈ കാല് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, ഇത് കുറച്ച് ബെൻഡ് ചെയ്തിരിക്കും. സ്ട്രെയിറ്റ്, ഹീല് ഒരേ ലൈനിലായിരിക്കണം കാലിന്റെ. ബാക്കിൽ വരുന്ന കാല് 40 ഡിഗ്രി ആംഗിൾ, ഇത് സ്ട്രെയിറ്റ്. റെനോജി ഡാച്ചി. നെക്സ്റ്റ് സ്റ്റാൻസ് നൈഹാച്ചിൻ ഡാച്ചി. അത് നമ്മൾ നേരത്തെ പഠിച്ച ഷീക്കോ ഡാച്ചിയുടെ അകലം വരും. അത് അതിന്റെ ഓപ്പോസിറ്റ്, കാല് ഇങ്ങനെ 40 ഡിഗ്രി ആംഗിൾ. ഷീക്കോ ഡാച്ചിയുടെ ഇരുന്ന ആ പൊസിഷനിൽ നിന്ന് കുറച്ച് പൊങ്ങണം, അത്ര ഇരിക്കണ്ട ഈ സ്റ്റാൻസിൽ. കാല് ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. നൈഹാച്ചിൻ ഡാച്ചി. ഷീക്കോ ഡാച്ചിയുടെ അത്ര ഇരിക്കണ്ട ഇതില്, ഈ സ്റ്റാൻസിൽ. കാല് ഇങ്ങോട്ടായിരിക്കണം, ഇതിൽ പൊങ്ങി നിൽക്കും. നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു കിബാ ഡാച്ചിയുടെ ആ ഒരു അത്ര ഹൈറ്റ് മതി, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് കാല് ഇങ്ങോട്ട് ചെറിഞ്ഞിരിക്കണം. കിബാ ഡാച്ചി പഠിച്ചത് നമ്മൾ ഇങ്ങനെ പഠിച്ചത്,
അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് കാല് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ നിൽക്കും. ഇതാണ് നൈഹാച്ചിന്റെ ആച്ചി. ഇപ്പോൾ കരാട്ടയിലെ സ്റ്റാൻസുകളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വരുന്നു. സ്റ്റാൻസുകൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ അതിന്റെ പെർഫോമൻസിൽ ചെയ്യാൻ പറ്റും. കരാട്ടയ്ക്ക് ഭംഗി കൂടുതലായിരിക്കും സ്റ്റാൻസിന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ. ആ സ്റ്റാൻസിൽ നിന്ന് ചെയ്യുന്ന ടെക്നിക്കുകളെല്ലാം നല്ല ഗുഡായിരിക്കും. സ്റ്റാൻസുകൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. നല്ല നിരന്തരം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്റ്റാൻസുകൾക്ക് ക്ലിയർ ആക്കി ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.